രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പലവട്ടം ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചപ്പോഴാണ് ആദ്യം ജീവനൊടുക്കാൻ ശ്രമിച്ചത് എന്നും പറയുന്നു. കൂടുതൽ വിവരങ്ങൾ അഞ്ജു ജയപ്രകാശ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു നമുക്കിപ്പോൾ ചേർന്നുണ്ട്. അഞ്ജു, ഇപ്പം ഈ താൻ പോയ ട്രോമ അത് എങ്ങനെയൊക്കെയാണെന്നുള്ള അതിജീവിതയുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെയും നമ്മൾ ഒരു വട്ടം കേട്ടതാണ്. ഒരു വട്ടമല്ല, പലവട്ടം നമ്മളൊക്കെയും കേട്ടതാണ്. അപ്പോൾ അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്, മൊഴിയിലെ വിവരങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്, അതും ഈ ഒരു ഘട്ടത്തിൽ ജീവനൊടുക്കാൻ, അത് ഒരു ഘട്ടത്തിൽ മാത്രമല്ല പലവട്ടം ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്തുമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ആ യുവതി കടന്നു പോയിട്ടുണ്ടാവുക എന്ന കാര്യമാണ്. സേതു, ഗുരുതരമായിട്ടുള്ള മൊഴിയിലെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുക്കുന്നതിന് മുമ്പ് റൂറൽ എസ് പിക്കായിരുന്നു ആദ്യം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ മൊഴിയിൽ 20 പേജ് അടങ്ങുന്ന മൊഴി പകർപ്പ്, മൊഴിയുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് റൂറൽ എസ് പി കൈമാറിയിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് താൻ പല ആവർത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാഹുലിൻ്റെ ഭീഷണിയാണ്. ഈ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് തന്നെ. കടുത്ത ഭീഷണിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ താൻ ജീവനൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അമിതമായി മരുന്ന് കഴിക്കുകയുണ്ടായി. അതിനു പിന്നാലെ ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവേശിപ്പിക്കുകയുണ്ടായി. തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉൾപ്പെടെ ചികിത്സയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച രേഖകളും മറ്റ് ചികിത്സിച്ച ഡോക്ടറുടെയൊക്കെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഡോക്ടറോട് ഇത് സംബന്ധിച്ച വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. അതിൻ്റെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചപ്പോഴാണ് ആദ്യം ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നാണ് അതിജീവിത പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നാലെ തുടരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഗർഭചിത്രത്തിന് പിന്നാലെയും ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമിതമായി മരുന്ന് കഴിക്കുകയും ഉറക്കമില്ലായ്മ, അത്തരത്തിൽ തന്നെ വലിയ മാനസിക സമ്മർദ്ദം, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതി, അങ്ങനെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ് കടന്നുപോയത് എന്നതാണ് ഈ മൊഴിയിലൂടെ വിശദമായിട്ട് പുറത്തേക്ക് വരുന്നത്. എല്ലാത്തിനും കാരണം ഈ രാഹുൽ മാങ്കൂട്ടം ഈ തന്നെ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ, തന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലേക്കൊരു ശ്രമം ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ആ പെൺകുട്ടി നീങ്ങരുത്. അതിനായി കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉറപ്പിക്കാനുള്ള നടപടിയുമായിട്ട് അന്വേഷണ സംഘം മുൻപോട്ടേക്ക് പോകുകയാണ്. തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ശരി അഞ്ജു, ഓക്കെ. അപ്പോൾ അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.